സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ചക്കാരനായി നാം നിലനിൽക്കുമെന്ന് എപ്പോ എന്നതാ എനിക്ക് കേൾവി തകരാറ് വല്ലതും വന്നതാണോ? എന്ത് നിങ്ങൾ കേട്ടാണ് ഇയാൾ പറഞ്ഞു? ഒന്നുകൂടെ കേൾക്കാം. അങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഇത് ചോദിച്ചു പോവാം. പാരമ്പര്യം മലങ്കരയിൽ എന്ന് തുടങ്ങിയെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ചക്കാരൻ. എത്രാമത്തെ നിങ്ങൾക്ക് തിരിഞ്ഞോ? മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ച. 90ാമത്തെയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ കമന്റുകൾ എഴുതാൻ കേട്ടോ. അപ്പൊ അതിന് പുറയിൽ 10-90 പേര് വേണമല്ലോ. അതെവിടെ നിന്ന് ഒപ്പിക്കും? ആരാണ് ഹേ? താങ്കളുടെ പുറകിലുള്ള ആരാണ്? ഞങ്ങളുടെ അറിവിൽ ആരുമില്ല. ഞങ്ങളുടെ അറിവിൽ മുറിമറ്റത്തിൽ പൗലൂസ്. ഇതിന് തുല്യമായിട്ട് ഞാൻ കേട്ടത് മുസ്ലിങ്ങളുടെ തള്ളാണ്. തിരുമേനി പറഞ്ഞു. ഈ മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം പോലെ തന്നെ മാർത്തോമൻ പൈതൃകത്തിൽ രണ്ടാമത് നമുക്ക് മനസ്സിലാകുന്നതാണ് ശ്ലൈഹിക പാരമ്പര്യ സ്വത്ത് എന്ന് പറയുന്നത്. മാർത്തോമായുടെ ശ്ലൈഹിക പാരമ്പര്യം മലങ്കരയിൽ എന്ന് തുടങ്ങിയെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ അലക്സേ എന്തോ അലക്സിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺഎഡ്യൂക്കേറ്റഡ് ഗൈ ആൻഡ് ഡു സം മീനിയൽ ജോബ്സ് ഇൻ ഓസ്ട്രേലിയ. ഐ ഡോണ്ട് നോ. അദ്ദേഹം എഴുതിയിരിക്കുന്നു നോക്കി, 7 proofs ഓഫ് മലങ്കര ചർച്ച്. 7 proof. ഇത് അങ്ങനെ ആരെങ്കിലും പറയുമോ? എടാ മണ്ട, 7 evidence എന്ന് വേണം നീ പറ. നീ 7 proof എന്ന് പറയൂ. ആദ്യം നീ പ്രൂഫ് എവിഡൻസ് എന്നാന്ന് പോയി പഠിക്കുക. 7 proof. എടാ പ്രൂഫ് എന്ന് പറഞ്ഞാൽ കൊല്ലുക. അത് സ്ഥാപിച്ചു, പിന്നെ നീ 7 പ്രാവശ്യം കൊല്ലുവോ? നീ ഇനിയെങ്കിലും അടിസ്ഥാന കാര്യമായിട്ട് പറ. പ്രൂഫ് 1 മതി, അല്ലാതെ 7 പ്രൂഫ് ഇല്ല. 7 evidence നീ പറഞ്ഞു. ഇപ്പം മത്തായിയുടെ എവിഡൻസ് ആണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us ലിസൺ. ശ്രദ്ധിച്ചിരിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈവിൽ ഇരിക്കുന്നവർ നല്ല കുട്ടികളായിട്ട് ലിസൺ ചെയ്യണം. നല്ല ബഹുമാനം ഉണ്ടായിരിക്കണം. ഈ ലൈവ് കേൾക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പ്, നിങ്ങൾ തലയിൽ തുണി ഇട്ടിരുന്ന് വേണം കേൾക്കാൻ. കാരണം ഇത് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര രാജാവും ആണ് ഈ സംസാരിക്കുന്നത്. അതിപ്പോൾ ഓൺലൈനിൽ കേട്ടാലും ആ ബഹുമാനം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു മിനിറ്റ് തന്നെ ഒരു ബ്രേക്ക് ഇടുകയാണ്. നമ്മൾ സ്ത്രീകൾ കേട്ടോണ്ടിരിക്കുന്നവർ തലയിൽ തുണി ഇടാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബഹുമാനം വേണം. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ അവർ വാൺ ചെയ്തായിരുന്നു. ചുമ്മാ അത് മത്തായി കുത്തായി എന്നൊന്നും പറയല്ലേ എന്നൊക്കെ. അപ്പൊ ആ വാണിങ് നമ്മൾ കേട്ടോണ്ട് എല്ലാവരും വളരെ ബഹുമാനത്തിൽ ഇരിക്കണം. ഓക്കെ, തുടങ്ങി. സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ചക്കാരനായി നാം നിലനിൽക്കുമെന്ന്. എപ്പോ എന്നതാ എനിക്ക് കേൾവി തകരാറ് വല്ലതും വന്നതാണോ? നിങ്ങൾ കേട്ടായിരുന്നു ഇയാൾ പറഞ്ഞേ? ഒന്നുകൂടെ കേൾക്കാം. അങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഇത് ചോദിച്ചു പോവാം. കേട്ടെ. പാരമ്പര്യം മലങ്കരയിൽ എന്ന് തുടങ്ങിയെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ചക്കാരൻ. എത്രാമത്തെ നിങ്ങൾക്ക് തിരിഞ്ഞോ? മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ച. 90ാമത്തെയോ? 90ാമത്തെ എന്നാ പറയുന്നത്. 91 ആകാം, 92 ആകാം, 93 ആകാം, 94 ആകാം, 95 ആകാം, 96 ആകാം, 97 ആകാം, 98 ആകാം, 99 ആകാം. പക്ഷെ മത്തായി പറയുന്നത് 90ാമത്തെ. അത് വല്ലാത്ത സംഭവമായിപ്പോയി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ കടത്തിവിട്ടെന്ന് തോന്നുന്നു. 90ാമത്തെ നിങ്ങൾ കേട്ടെ? ഇല്ല, ഞാൻ ഒന്നുകൂടെ വെച്ചുതരാം. ഇനിയിപ്പൊ പറയും, ഇപ്പൊ അവന്മാര് വരും അങ്ങനെയല്ല പറഞ്ഞു. ഞങ്ങളുടെ ബാവ അങ്ങനെയല്ല പറഞ്ഞു. ഇത് കേൾക്ക്, നിങ്ങളുടെ ബാവ പറയുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ സൈഹിക പാരമ്പര്യത്തിൽ 90ാമത്തെ പിന്തുടർച്ചക്കാരനായി നാം 90ാമത്തെ. അങ്ങനെയെങ്കിൽ അങ്ങനെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായി. അപ്പൊ 90ാമത്തെ കാതോലിക്കാണ് ഇദ്ദേഹം. സത്യമാണ്. ആധുനിക സാക്ഷ്യങ്ങൾ ഒന്നാമത് ചിലർക്കൊക്കെ തോന്നും ഇത് അബ്ദൽ മശീഹ പാത്രിക്കീസ് ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നാൽ ചരിത്രം പുറകോട്ട് നോക്കണം. 1817 ഒക്ടോബർ 19 കിടങ്ങൻ ഗീവർഗീസ് മാർ ഫീലിക്സീനോസ് മലങ്കര സഭയുടെ 11ാം മലങ്കര മെത്രാപ്പൊലീത്തായി പുന്നത്രമാർ ദീവന്നാസൂസിനെ തോമാ ശ്ലീഹായുടെ പിൻഗാമിയായി വാഴിച്ച് കൽപ്പന കൊടുത്തു. ഇത് മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ 1ാമത്തെ സാക്ഷ്യം. മലങ്കര മെത്രാപ്പൊലീത്തായി പുന്നത്രമാർ ദീവന്നാസൂസിനെ തോമാ ശ്ലീഹായുടെ പിൻഗാമിയായി വാഴിച്ച് നോക്കണം. 1817 ഒക്ടോബർ 19
കിടങ്ങൻ ഗീവർഗീസ് മാർ പീലക്സീനോസ് മലങ്കര സഭയുടെ 11-ാം മലങ്കര മെത്രാപ്പൊലീത്തായി പുന്നത്രമാർ ദിവന്നാസോസിനെ തോമാസ് ലീഹായുടെ പിൻഗാമിയായി വാഴിച്ച് കൽപ്പന കൊടുത്തു. ഇത് മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ 1-ാമത്തെ സാക്ഷ്യം. ഇത് അബ്ദൽ മെശിയ പാത്രിക്കീസ് ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നാൽ ചരിത്രം പുറകോട്ട് നോക്കണം. 1817 ഒക്ടോബർ 19 കിടങ്ങൻ ഗീവർഗീസ് മാർ പീലക്സീനോസ് മലങ്കര സഭയുടെ 11-ാം മലങ്കര മെത്രാപ്പൊലീത്തായി പുന്നത്രമാർ ദിവന്നാസോസിനെ തോമാസ് ലീഹായുടെ പിൻഗാമിയായി വാഴിച്ച് കൽപ്പന കൊടുത്തു. ഇത് 1817 തോമസ് ലീഹായുടെ പിൻഗാമിയെ വാഴിക്കുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നടേ? അത് കിടങ്ങൻ പീലക്സീനോസ് പുന്നത്ര മെത്രാനെ വാഴിച്ചു. ഓക്കെ, 1817. ഈ 90-ാമത്തെ പിൻഗാമിയാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റുകൾ എഴുതാൻ കേട്ടോ. 90-ാമത്തെ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം 90-ാമത്തെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 90-ാമത്തെ പിൻഗാമിയാകുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിന് പുറയിൽ 10-90 പേര് വേണമല്ലോ. അത് എവിടെ നിന്ന് ഒപ്പിക്കും? ആരൊക്കെയാണ്? ആരാണ് ഹേ മത്തായിയുടെ പുറയിലുള്ളത്? ആരാണ്? അയ്യോ, എന്റെ പുറയിൽ ആരുമില്ല. അപ്പൊ താങ്കളുടെ പുറകിലുള്ളത് ആരാണ്? ഞങ്ങളുടെ അറിവിൽ ആരുമില്ല. ഞങ്ങളുടെ അറിവിൽ മുറിമറ്റത്തിൽ പൗലൂസ് ആണ് ഏറ്റവും പുറകെ. പാമ്പാക്കുട പള്ളിയിൽ നിങ്ങൾ കുഴിച്ചിട്ട മുറിമറ്റത്തിൽ പൗലൂസ് ആണ് നമ്പർ 1 കൾപ്രിറ്റ്. അതിന് പുറകിൽ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഈ മത്തായി ബാവായിക്ക് പുറകിൽ മുൻഗാമികൾ ആരൊക്കെയാണ്? 90 പേരുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിന് തുല്യമായിട്ട് ഞാൻ കേട്ടത് മുസ്ലിങ്ങളുടെ തള്ളാണ്. 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഓക്കെ, മുസ്ലിങ്ങളോട് ചോദിക്കുക ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാതിരി. ഞാനൊരു മുസ്ലിമിനോട് ചോദിച്ചു, നിങ്ങൾ ഈ 1,00,000 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലില്ല, 1,24,000. ശരി, ഇതിൽ ഈ ബൈബിളിൽ പറയുന്ന കുറച്ച് പേരുടെ പേരൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയും. പിന്നെ അയൂബ്, ഇയോബിന്റെ പേരടുത്ത് അയൂബ്, മൂസ, ദാവൂദ്, സുലൈമാൻ, സോളമന. ഇങ്ങനെ ബൈബിൾ കഥാപാത്രങ്ങൾ കുറെ പേരുടെ പേര് പറയുന്നതല്ലാതെ ബൈബിളിൽ ഇല്ലാത്ത ഈ 1,24,000 പേരുള്ളതിൽ വേറൊരു 100 പേരുടെ പേര് പോലും മുസ്ലിമുകൾക്കില്ല, പറയാനില്ല. ഇവരൊക്കെ എന്ന് വന്നു? എവിടെ ജനിച്ചു? എവിടെ വളർന്നു? എവിടെ പ്രവർത്തിച്ചു? എവിടെ പ്രവചിച്ചു? എന്ത് ചെയ്തു? ഇതൊന്നും ആർക്ക് അതൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. 90 പേരുണ്ടെന്നറിയാം, പക്ഷെ ഈ 90 പേര് ആരാണെന്ന് ഞങ്ങളോട് ചോദിക്കരുത്. 90 പേര് ഇങ്ങേർക്ക് പുറയിലുണ്ട്. 90 പേര് മതി. 90 പേരെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു 30 വർഷം വെച്ച് ജീവിച്ചെന്ന് വെക്കുക, ശരാശരി. അല്ലെ 20 വർഷം വെച്ച് 20 വർഷം വെച്ച് ഓഫീസിൽ ഇരുന്നെന്ന് വെക്കുക. അപ്പൊ 90 പേരുടെ 1800 വർഷം കവേർഡാണ്. ആ 90 പേരുടെ പേരിഞ്ഞ് പറഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പം ഇനി തൊട്ട് എന്റെ നേരെ കുരയ്ക്കാൻ വരാതെ, എന്റെ നേരെ കടിക്കാതെ ഈ പറഞ്ഞ ഈ പോരാളികൾ, നിങ്ങളുടെ ബാവായുടെ പ്രസ്താവനയാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. 90 പേരുണ്ടെന്ന് പുള്ളി പറയുന്നത്. ഇതൊക്കെ ആരൊക്കെയാണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. അത് പറഞ്ഞു തരേണ്ട ധാർമ്മിക ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയണം. കിടങ്ങൻ പീലിപ്പോസ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ആട്ട് നീ പറയണം. ഇത് ആരാണ് ഈ 90 പേര്? ചുമ്മാ തള്ളിവിട്ടാ പോരല്ലോ. എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പിച്ചും പേയും പറയും, അത് മുറിച്ചെടുത്ത് ഒട്ടിച്ച് ഒരു പടമൊക്കെ കൊടുത്ത് ഇങ്ങനെ തള്ളിവിടും ആളുകൾക്ക്. നീ എന്നാ ഈ പിന്നെ തീട്ട എറിയുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ ട്രെയിനിലൊക്കെ എറിയുമായിരുന്നു. നീ അതുപോലെ കളിക്കുക. ഇങ്ങനത്തെ സാധനം എടുത്തുവെച്ച് സോഷ്യൽ മീഡിയയിൽ എടുത്തെറിയുക ആണോ? അതാണ് ചെയ്യുന്നത്. ഇത് എന്ത്? ദിസ് ഈസ് അബ്സേർഡ് ആൻഡ് നോൺസെൻസ്. അപ്പൊ നീ ഇത് പറയണം. ഈ 90 പേരാരാണ്? മത്തായി പറയുന്ന 90 പേരാര്? നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. 90ാമത്തെ ആളാണ് അദ്ദേഹം. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ബാക്കി 90 പേരാര്?